ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചീറ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇനി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലൊരു ചോദ്യം വരും, ഒരു ചാൻസും കൂടി കൊടുക്കണോ, ഒരു മിസ്റ്റേക്ക് ആയിരിക്കുമെങ്കിലോ, ഒരു തെറ്റ് പറ്റിയതാണെങ്കിലോ എന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീറ്റിംഗ് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല, അതൊരു ചോയ്സാണ്. കാരണം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അറിയാതെ നമ്മുടെ കൈ തട്ടി ഒരു ഗ്ലാസ് വീഴുന്നതോ ഒക്കെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് അറിയാതെ സംഭവിച്ചു പോകുന്നൊരു കാര്യം. ചീറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. കാരണം അവരൊരു ഓപ്പോസിറ്റ് ഒരാളെ കണ്ടുപിടിക്കുക, അയാൾക്ക് മെസ്സേജ് അയയ്ക്കുക, അതൊരു റിലേഷൻഷിപ്പിലേക്ക് ബിൽഡ് ചെയ്യുക, അത് നിങ്ങൾ അറിയാതെ കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നതിന് വളരെയധികം പ്ലാനിങ്ങും പ്രോഗ്രാമിങ്ങും തത്രപ്പാടുകളും ഒക്കെ ഉണ്ട്. സോ അതെല്ലാം ഫേസ് ചെയ്താണ് അവരങ്ങനൊരു ചോയ്സ് എടുത്തത്. ഓക്കെ, സോ ഇതൊരു മിസ്റ്റേക്ക് അല്ല. ഇനി സെക്കൻഡ് ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വൺസ് ട്രസ്റ്റ് ഇസ് ബ്രോക്കൺ അത് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ജോലിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ചെയ്ത പരിപാടി, അതായത് ചീറ്റ് ചെയ്ത വ്യക്തിക്ക് അതൊരു തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സ്വയം തിരുത്തണം എന്ന് തോന്നിയാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. സോ അതിന് രണ്ടുപേരും ഈക്വലി ഇൻവോൾവ്മെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. കാരണം ഒന്നാമത്തെ പ്രാവശ്യം പിടിക്കപ്പെടുമ്പോഴേ പേടി ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചും കൂടി നന്നായിട്ടായിരിക്കും അയാൾ ആ ഒരു കാര്യം ചെയ്യുക. അത് പിടിക്കുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും, പിടിച്ചാലും വലിയ ഇതൊന്നും ഉണ്ടാവില്ല. അതായത് നീ നിന്നിട്ടല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരാനാണ് ചാൻസ് കൂടുതൽ. ഇത് കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും കൂടാണ് കേട്ടോ. സോ വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ ആകാനാണ് മെജോറിറ്റി ഓഫ് ദ കേസസിലും ചാൻസ് ഉണ്ടാവുക.